കല്യാണം കഴിഞ്ഞ ടൈമിൽ വാട്ട് വാസ് ദ വൺ തിങ് യു ബോത്ത് ഡിഡ് ടുഗെദർ ദാറ്റ് യു സ്റ്റിൽ റിമെമ്പർ? ബംഗാരം ഐലൻഡ്സ്. അത് ബംഗാരം ഐലൻഡ്സിൽ പോയിട്ട് അകത്തിരിക്കുകയായിരുന്നില്ലേ? അതാണ്. അങ്ങനെയില്ല. ലക്ഷദ്വീപിലൊരു ബംഗാരം ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഐലൻഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇന്നസെൻ്റ് ആയിട്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. പുള്ളി ഒരു ഫംഗ്ഷന് വേണ്ടി അവിടെ എവിടെയോ പോയപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ വഴിക്ക് വളരെ പ്രൈവസി ആയിട്ടൊരു സ്ഥലം വേണം. രണ്ടുപേരും എവിടെ പോവാം കുറേ പ്ലാൻ ചെയ്തപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 32 ഐലൻഡുകളാണ് അവിടെ. തിന്നക്കര, ബംഗാരം, അങ്ങനെ ഒരുപാടുണ്ട്. അതിൽ ബംഗാരം ഐലൻഡ്സിൽ ഒരു കാസിനോ ഗ്രൂപ്പിൻ്റെ അവിടെ ചെറിയ കുടിലുകൾ മാത്രം. അപ്പോൾ അവിടെ ചെന്നാൽ നമ്മളൊരു ലക്ഷദ്വീപിൽ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 2 hours 3 hours ഈ മിനി ഷിപ്പിൽ അവിടെ കൊണ്ടുപോയാൽ അവിടെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ സൺറൈസ് ആൻഡ് സൺസെറ്റ്, നോ വാച്ച്, നോ TV, നോ റേഡിയോ, നത്തിങ് ഈസ് ദെയർ, ഓൺലി സൺറൈസ് സൺസെറ്റ്. നമ്മളവിടെ ആകെ 60 പേരെ അവിടെ അലോ ചെയ്യുള്ളൂ, ഒരു മൺഡേ ടു ഫ്രൈഡേ. അപ്പോൾ 60 പേരിൽ 2 പേര് മാത്രമേ നിങ്ങളുള്ളൂ, ഇന്ത്യൻസ് ആയിട്ട് നിങ്ങൾ 2 പേരുള്ളൂ, ബാക്കി മുഴുവൻ ഫോറിനേഴ്സാണ്. അപ്പം ഞങ്ങൾ കലക്കി, നമ്മൾ മാത്രം, തിരിച്ചറിയാൻ ഒരാളില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചുടിദാറൊക്കെ, എന്തിന് ചുടിദാർ, ഷോർട്സിൻ്റെ അത് ഇത് ചെറിയതൊക്കെ, ഞാനൊക്കെ വേറെ ഇത്രയുള്ള അങ്ങനെയൊക്കെ ഹണിമൂൺ അങ്ങനെ തകർക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നേരെ ബാക്കി ഒന്നും എടുത്തിട്ടില്ല. അവിടെ നിന്ന് നേരെ പോയി, ഞങ്ങളവിടെ പോയി ഫസ്റ്റ് ഡേ ചെക്കിങ് അകത്ത് പോയി. അടുത്ത ദിവസം കാലത്ത് ആ 32 ഐലൻഡിലും ഫുൾ മലയാളികളാണ്. ജയറാമും പാർവതിയും വന്ന് അറിഞ്ഞിട്ട് ഇപ്പം മറ്റേത് വഞ്ചിയിൽ കംപ്ലീറ്റ് നമ്മളെ കഥ ഇത് ഇട്ടിട്ട് ഞാൻ കഥ തുറന്നു വഴിക്ക് അന്നകത്ത് കയറിയതാ. പിന്നെ അടുത്ത വെള്ളിയാഴ്ച പുറത്തു വന്നു. അന്നകത്ത് കയറിയതാ. സൺറൈസ് സൺസെറ്റ്. മറ്റേത് പുറത്ത് സായിപ്പൊക്കെ കംപ്ലീറ്റ് അവിടെ എൻജോയ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ജനലിൻ്റെ അകത്ത് കൂടെ നോക്കി. അവര് വഞ്ചിയെടുത്ത് കംപ്ലീറ്റ്. പക്ഷെ ഹണിമൂൺ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് ഹണിമൂൺ അത്? അതൊരു ലോക്കപ്പ് ആയിപ്പോയി, ഒരു ലോക്ക്ഡൌൺ ആയിപ്പോയത്.